السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരും സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച പവിത്രമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ പരിപാവനമായ സ്വർഗീയ സുവനത്തിൽ ഒരുമിച്ച് കൂടാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ ഏവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ മുന്നോടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി മനുഷ്യന്റെ ബുദ്ധിയെ അല്ലാഹു തആല സൃഷ്ടിച്ചു. അഖലിനെയും നഫ്സിനെയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത്. അഖലിനെയും നഫ്സിനെയും, അഖല് എന്ന് പറഞ്ഞാൽ ബുദ്ധി, നഫ്സ് എന്ന് പറഞ്ഞാൽ ശരീരം. മനുഷ്യ സൃഷ്ടിപ്പിന്റെ മുന്നോടിയായി അഖലിനെയും നഫ്സിനെയും സൃഷ്ടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് സൃഷ്ടികളോടും ആവശ്യപ്പെടുകയാണ്, അഖ്ബിൽ വ അദ്ബിർ, ഇങ്ങോട്ട് വരിക, പിന്നിലേക്ക് പോവുക. അനുസരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. എന്താണ് സംഭവിച്ചത്? ബുദ്ധിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പറഞ്ഞപ്പോൾ ബുദ്ധി മുന്നോട്ട് വന്നു. പിന്നിലേക്ക് മാറാൻ പറഞ്ഞപ്പോൾ ബുദ്ധി പിന്നിലേക്ക് മാറി. എന്നാൽ നഫ്സ് വിരുദ്ധമായിരുന്നു. നഫ്സ് എന്ന് പറഞ്ഞാൽ ശരീരം. ശരീരത്തിനോട് വരാൻ പറഞ്ഞപ്പോ അതങ്ങോട്ട് പിന്നോട്ട് മാറി. പിന്നോട്ട് മാറാൻ പറഞ്ഞപ്പോ മുന്നോട്ട് വന്നു. ഇത് നഫ്സിന്റെ സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിന്റെ മുന്നോടിയായി ബുദ്ധിയെയും ശരീരത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം അനുസരണ ചെക്ക് ചെയ്യുന്ന സമയത്ത്, അനുസരണയുണ്ടോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് ബുദ്ധിയാണ് വിജയിച്ചത്. ശരീരം അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്നിട്ട് അല്ലാഹു തആല ചോദിച്ചു, മൻ അന മൻ അന്ത. ബുദ്ധിയോടും ചോദിച്ചു, ശരീരത്തിനോടും ചോദിച്ചു, ഞാൻ ആരാണ്, നീ ആരാണ്?
ശരീരം പറഞ്ഞ മറുപടി അന അന അന്ത അന്ത, ഞാൻ തന്നെ, നീ തന്നെ. ബുദ്ധി പറഞ്ഞ മറുപടി അന്ത റബ്ബുൽ ആലമീൻ അന അബ്ദുക, നീ റബ്ബുൽ ആലമീനാണ്, ഞാൻ നിന്റെ അടിമയാണ്. ബഹുമാനികളെ, നമ്മിൽ ഓരോരുത്തരിലുമുള്ള രണ്ട് പ്രതിഭാസങ്ങളാണ് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശരീരവും. മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രാരംഭഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഈ ഒരു പരീക്ഷണം ആലോചിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയേക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ബുദ്ധി. നീ ലോകരക്ഷിതാവും ഞാൻ നിന്റെ അടിമയുമാണ് എന്ന് ബുദ്ധി അള്ളാഹുവിനോട് സമ്മതിച്ച സമയത്ത് അല്ലാഹു തആല പറയുകയാണ്, വഇസ്സതി വജലാലി, എന്റെ ഇസ്സത്ത് തന്നെ സത്യം, എന്റെ ജലാലിയത്ത് തന്നെ സത്യം. മാ ഖലഖതു ഖൽഖൻ ഹുവ അഹബ്ബു ഇലയ്യ മിൻക, നിന്നേക്കാൾ ഇഷ്ടമുള്ള ഒരു സൃഷ്ടിയെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയോട് പറഞ്ഞതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നിന്നേക്കാൾ മഹത്വമുള്ള, നിന്നേക്കാൾ ശ്രേഷ്ഠതയുള്ള, നിന്നേക്കാൾ എനിക്ക് പ്രിയങ്കരമായ ഒരു സൃഷ്ടിയെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയോട് പറയുകയാണ്. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയേക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് നൽകിയേക്കുന്ന ബുദ്ധി എന്നുള്ളത്. അത് വേണ്ടയിടത്ത് നാം ഉപയോഗിച്ചില്ല എങ്കിൽ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരാണ് നമ്മൾ. ഈ ഉസ്താദ് എന്തായി പറയണത്? നിസ്കരിച്ചില്ലെങ്കിൽ ഓക്കെ, നോമ്പെടുത്തില്ലെങ്കിൽ ഓക്കെ, ബുദ്ധി ഉപയോഗിച്ചില്ല എങ്കിൽ സൃഷ്ടികളിൽ മോശക്കാരനാകുന്നത് എങ്ങനെ? സൂറത്തുൽ അൻഫാൽ, പരിശുദ്ധ ഖുർആൻ ശരീഫിലെ സൂറത്തുൽ അൻഫാൽ 22-ാമത്തെ വചനം ഒന്ന് പരിശോധിച്ചു നോക്കൂ ബഹുമാനികളെ. അതിൽ അല്ലാഹു തആല പറയുന്നുണ്ട് കൃത്യമായി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹി അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശക്കാരനായ സൃഷ്ടി, ശർറദ് ദവാബ്, അടിമ എന്നല്ല പറഞ്ഞത്. അടിമ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ എന്ന് പറയാം. മനുഷ്യരിൽ ഏറ്റവും മോശക്കാരൻ നമുക്ക് പറയാൻ കഴിയും. ഇവിടെ പറഞ്ഞത് സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരെന്നാണ്. ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശക്കാരനായ സൃഷ്ടി ആരാണെന്നറിയുമോ? അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. അസ്സുമ്മു, സുമ്മ് എന്ന് പറഞ്ഞാൽ സത്യമായ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്തവർ. ബുക്മ്, സത്യമായ കാര്യം പറയാൻ തയ്യാറാകാത്തവർ. ലാ യഅഖിലൂന, ബുദ്ധി ഉപയോഗിക്കാത്തവർ. ബുദ്ധിയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തവർ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. മറ്റ് പണ്ഡിതന്മാരുടെ വചനങ്ങളല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനമാണ്. ബുദ്ധിയെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്. ബഹുമാനികളെ, ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉന്നതി നേടിത്തരുന്നത്, ഉന്നതമായ പദവികൾ നേടിത്തരുന്നത് നമ്മുടെ ബുദ്ധിയുടെ ഉപയോഗം കൊണ്ടാണ്. മറ്റൊരു കാര്യം പറയുന്നതിന് വേണ്ടി ഞാനിത് പറയുന്നത്, നമ്മുടെ ബുദ്ധിയെ നാം എത്രമാത്രം സൂക്ഷിക്കണം അതിനു വേണ്ടിയാണ് ഞാനീ പറയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നമാ യർതഫിഉൻ നാസു ഫിദ്ദറജാത്ത് വയനാലൂന സുൽഫാ മിൻ റബ്ബിഹിം അലാ ഖദരി ഉഖൂലിഹിം. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നമാ യർതഫിഉൻ നാസു ഫിദ്ദറജാത്ത്, മനുഷ്യർക്ക് ദുനിയാവിൽ വ്യത്യസ്തമായ പദവികൾ, അതുപോലെ തന്നെ രക്ഷിതാവിന്റെ അടുക്കൽ സാമീപ്യം. ഇതെങ്ങനെയാണെന്നറിയോ? അലാ ഖദരി ഉഖൂലിഹിം, അവരുടെ ബുദ്ധിയുടെ ഉപയോഗത്തിനനുസരിച്ചാണ്. ബുദ്ധിയുടെ ഉപയോഗത്തിനനുസരിച്ചാണ്.
നാം ദുനിയാവിൽ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, എന്തുകൊണ്ട് പല നേട്ടങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേണ്ടയിടത്ത് വേണ്ടതുപോലെ ബുദ്ധി നാം ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. ബഹുമാനികളെ, ഇത് തന്നെയാണ് പരലോകത്ത് ചെല്ലുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ സാമീപ്യവും ഇഷ്ടവും കിട്ടാൻ അല്ലാഹു തആല നമുക്ക് നൽകിയേക്കുന്ന ബുദ്ധിയെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നതാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ലഹ്ഹാഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഒരാളുടെ ആരാധനയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആരാധനകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഖുർആൻ ശരീഫിന്റെ പാരായണം, ഈ മൂന്ന് കാര്യങ്ങൾ ലഹ്ഹാഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്. മാ അഅബദ ഫുലാൻ വഅവറഹു വഅഖറഅഹു. അദ്ദേഹം എത്ര ഇബാദത്ത് ചെയ്യുന്ന ആളാണെന്നറിയോ, എത്ര സൂക്ഷ്മതയുള്ള ആളാണെന്നറിയോ, എത്രമാത്രം ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുന്ന ആളാണെന്നറിയുമോ? ഇങ്ങനെ പറഞ്ഞപ്പോ ലഹ്ഹാഖ് റളിയല്ലാഹു തആല അൻഹു ഒരു മറുചോദ്യം ചോദിച്ചു. എന്താണെന്നറിയോ? കൈഫ അഖലുഹു, കൈഫ അഖലുഹു, എങ്ങനെയാണ് ബുദ്ധി ഉപയോഗിക്കുന്ന ആളാണ്, ബുദ്ധിമാനാണ് എന്ന് ചോദിച്ചു. അപ്പോ ആഗതൻ പറയുകയാണ്, ആ മനുഷ്യന്റെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്. ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ അതിലെന്തെങ്കിലും വീഴ്ചകൾ ഉണ്ട് എങ്കിൽ അതല്ലേ തിരിച്ചു ചോദിക്കേണ്ടത്. നിങ്ങളെന്താ അഖലിനെ കുറിച്ച് ചോദിക്കുന്നത്, ബുദ്ധിയെ കുറിച്ച് ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ലഹ്ഹാഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നൽ അഹ്മഖ യുസീബു ബിഹംദിഹി മാ ലാ യുസീബുൽ ഫാജിറു ബിഫുജൂരിഹി. വലിയ ഒരു കാര്യമാണ്. ഇന്നൽ അഹ്മഖ, ബുദ്ധി വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ആള്, ഹംഖ് വിഡ്ഢിയായ ആള്, യുസീബു ബിഹംദിഹി, അവന്റെ വിഡ്ഢിത്തം കൊണ്ട് അവന് അനുഭവിക്കേണ്ടി വരും, അവന് നേരിടേണ്ടി വരും. മാ ലാ യുസീബുൽ ഫാജിറു ബിഫുജൂരിഹി, ആരാധനാ കർമ്മങ്ങൾ ചെയ്യാത്ത ആളുകൾ അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസത്തെക്കാളും പ്രയാസമാണ് ബുദ്ധി ഉണ്ടായിട്ട് ആ ബുദ്ധിയെ ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കാതെ വരുമ്പോൾ. ബഹുമാനികളെ, ദുനിയാവിന്റെ നമ്മുടെ വളർച്ചയെയും നമ്മുടെ തളർച്ചയെയും ബാധിക്കുന്നത് അത് നമ്മുടെ ബുദ്ധിയുടെ ഉപയോഗത്തിനനുസരിച്ചാണ്. എന്തേ നമ്മളിപ്പോൾ എന്താണ് ബുദ്ധിയുണ്ട് എന്ന് അവകാശപ്പെടുന്നു, പക്ഷേ പലപ്പോഴും നമ്മുടെ ബുദ്ധിയെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നതല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ എവിടെയൊക്കെ ഹനിക്കപ്പെടുന്നു, നമ്മുടെ അവകാശങ്ങൾ എവിടെയെല്ലാം തടയപ്പെടുന്നു, നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് നമ്മുടെ ആത്മീയ വിജയത്തിന് വേണ്ടി എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെ നിരവധി കാര്യങ്ങളെ തൊട്ട് നമ്മൾ അശ്രദ്ധരാണ്. നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത്? ബുദ്ധി എന്നുള്ളത്. ഈ ബുദ്ധിയെ തകരാറിലാക്കുന്ന ഏതൊരു കാര്യവും ബഹുമാനികളെ അത് തടയപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ ബുദ്ധി എന്നുള്ളത് അത് അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിനെ ഫസാദാക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലഹരിയുടെ ഉപയോഗം എന്നുള്ളത്. എന്താ ലഹരി? ഖംർ എന്നാണ് അറബിയിൽ പറയുക. ഖംർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സത്ർ എന്നാണ്, ബുദ്ധിയെ മറച്ചു കളയുന്നതെന്നാണ്. കുല്ലു ശറാബിൻ മുസ്കിരിൻ യുഹാമിറുൽ അഖ്ല. ഖംർ എന്ന് പറയുന്ന ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറബി ഭാഷയുടെ തഅരീഫ്, നിർവചനം, ഡെഫിനിഷൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കുല്ലു ശറാബിൻ മുസ്കിരിൻ യുഹാമിറുൽ അഖ്ല. മനുഷ്യനിക്ക് അല്ലാഹു തആല നൽകിയേക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന, മനുഷ്യനെ മൃഗീയതയിൽ നിന്നും മാറ്റി നിർത്തുന്ന, മനുഷ്യനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന,
മനുഷ്യന്റെ നന്മകൾ അല്ലാഹു തആല സ്വീകരിക്കുന്ന, മനുഷ്യനിക്ക് അല്ലാഹു തആല പദവികൾ നൽകുന്ന ബുദ്ധി എന്നതിനെ മറച്ചു കളയുന്നതാണ് എന്ത്? ഖംർ എന്ന് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത്. ബഹുമാനികളെ, ലഹരിയുടെ ഉപയോഗം അത് ഒരുപാടൊന്നുമില്ല, മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരല്പമൊക്കെ ഉള്ളൂ. എന്നാലും പാടില്ല ബഹുമാനികളെ, ഹറാമാണ് എന്നതിലുപരി അല്ലാഹു തആല നൽകിയേക്കുന്ന അഖലിനെ മറച്ചു കളയുന്നതാണ്, വലിയ ഒരു അനുഗ്രഹത്തെ അത് കളയുന്നതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാം അതിൽ നിന്നും പിന്മാറണം. നമ്മുടെ തലമുറയെ അതിൽ നിന്നും പിന്മാറ്റുന്നതിന് വേണ്ടിയുള്ളതായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ബുദ്ധിയെ അത് മറച്ചു കളയുന്നു എന്നുള്ളതാണ് ലഹരി. ലഹരിയുടെ ഉപയോഗം എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണെന്നറിയോ ബഹുമാനികൾ? എന്തെല്ലാം പ്രത്യാഘാതങ്ങളാ ലഹരിയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്നത്? ഭൗതികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം. ലഹരിയുടെ ഉപയോഗം കൊണ്ട് മനുഷ്യനെ മൃഗീയതയിലേക്ക് നയിക്കുന്നതാണ്, മനുഷ്യത്വത്തിൽ നിന്നും മൃഗീയതയിലേക്ക് നയിക്കുന്നതാണ്. ഉപ്പയും ഉമ്മയെയും തിരിച്ചറിയാൻ കഴിയാതെ, സ്വന്തം സഹോദരിയെ തിരിച്ചറിയാൻ കഴിയാതെ ഒരു മനുഷ്യനെ മാറ്റുന്നുണ്ട് എങ്കിൽ, ലഹരി മാറ്റുന്നുണ്ട് എങ്കിൽ, ലഹരിയുടെ ഭൗതികമായ പ്രത്യാഘാതം എന്താണെന്ന് വിശദീകരിക്കേണ്ടതില്ല. എത്രയോ കുടുംബങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലഹരിയുടെ പേരിൽ. എത്രയോ കുഞ്ഞുമക്കൾ വരെ ലഹരിയുടെ പിടിയിലാണ് എന്നത് വളരെയധികം വേദനാജനകമായ കാര്യമാണ്. എന്നാൽ ആത്മീയമായ പ്രത്യാഘാതം എന്താണെന്നറിയോ? ഈമാൻ നഷ്ടപ്പെടും എന്നുള്ളതാണ്. നമ്മിൽ, നമ്മുടെ മക്കളിൽ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവുക എന്നത് എത്ര ഭയാനകരമായ കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. ഒരാള് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ആ ഉപയോഗിക്കുന്ന സമയത്ത് പൂർണ്ണമായും അവരിൽ നിന്നും ഈമാൻ മാറി നിൽക്കുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്ക്. എത്ര ഭയാനകരമായ ഒരു കാര്യമാണ്. ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. ബുദ്ധിയെ മറച്ചു കളയുന്ന, ബുദ്ധിയാകുന്ന ആ അനുഗ്രഹത്തെ മറച്ചു കളയുന്ന ലഹരി നാം ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹമാകുന്ന ഈമാൻ അത് നമ്മിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസം നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്താ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചതല്ലേ, വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബഹുമാനികളെ, എന്ത് മോശത്തരം ചെയ്യാനും നമുക്ക് മടിയുണ്ടാവുകയില്ല, എന്ത് തെമ്മാടിത്തരം ചെയ്യാനും നമുക്ക് മടിയുണ്ടാവുകയില്ല. സമൂഹത്തിലേക്ക് നോക്കൂ, ഇന്നത്തെ അവസ്ഥ ഇന്ന് എന്താണ്? ആർക്കും ആരെയും ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ, ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ, ഉപ്പയോടും ഉമ്മയോടെന്നല്ല, വലിയ പ്രായത്തിൽ മുതിർന്ന ആളുകളോടെന്നല്ല, ഒരാളോടും ബഹുമാനമില്ലാത്ത രീതിയിൽ. മാത്രമല്ല, പല രീതിയിലുള്ളതായ അരാജകത്വവും അധാർമികതയിലും നമ്മുടെ യുവാക്കൾ ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ബഹുമാനികളെ? ഈമാൻ ഇല്ലാത്തതിന്റെ പേരിലാണ്. ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലഹരിയുടെ ഉപയോഗം എന്നുള്ളത്. അത് മദ്യമാകാം, മറ്റ് ഏത് മയക്കുമരുന്നാകാം, ഏത് രൂപത്തിലുള്ളതാണ് എങ്കിലും അത് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. ആത്മീയമായ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ പ്രത്യാഘാതം എന്താണെന്നറിയോ? രണ്ടാമത്തെ പ്രത്യാഘാതം ആരാധന കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. മൻ ശരിബൽ ഖംറ വസകറ ലം യഖ്ബലില്ലാഹു ലഹു സ്വലാത്തൻ 40 സബാഹ. ഒരാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോ ബഹുമാനികളെ, നമ്മൾ ആലോചിക്കും, ആ ഉപയോഗിക്കുന്ന സമയത്തല്ലേ സ്വീകരിക്കാതിരിക്കുള്ളൂ, ബാക്കി പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നാൽ ഹബീബായ തങ്ങൾ പറയുന്നു, ലം യഖ്ബലില്ലാഹു ലഹു സ്വലാത്തൻ 40 സബാഹ. 40 ദിവസം ഒരു ആരാധനയും അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല, നിസ്കാരം സ്വീകരിക്കുകയില്ല എന്നാണ് ഹദീസിലുള്ളത്. നിസ്കാരം എന്നുള്ളത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ബാക്കിയുള്ളതിന്റെ അവസ്ഥ എന്താണ്? 40 ദിവസത്തേക്ക് പിന്നെ നോക്കണ്ട. ഒരു ലഹരി ഒരൽപ്പം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആരാധന കർമ്മങ്ങൾ 40 ദിവസത്തേക്ക് നമ്മൾ നോക്കേണ്ടതില്ല, സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. ബഹുമാനികളെ, പരസ്യമായി കൊണ്ടോ രഹസ്യമായി കൊണ്ടോ ലഹരിയുടെ ഉപയോഗം എപ്പോഴെങ്കിലും നമ്മിൽ വന്നു പോകുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഈമാൻ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ പോലും നമ്മിൽ നിന്നും സ്വീകരിക്കുകയില്ല എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ബഹുമാനികളെ, ബുദ്ധിയെ നശിപ്പിക്കുന്ന കാര്യം, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാത്ത കാര്യം, അതുപോലെ തന്നെ നിസ്കാരം, ആരാധനാ കർമ്മങ്ങൾ നമ്മിൽ നിന്നും സ്വീകരിക്കാത്ത ഈ കാര്യം, അതിന്റെ ഉപയോഗം എന്നുള്ളത് അത് ഒരുപാടാണെങ്കിലും അല്പമാണെങ്കിലും അത് നമ്മൾ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. സമൂഹത്തിൽ നിന്നും നമ്മൾ വിഭാടനം ചെയ്യേണ്ടത് തന്നെയാണ്. അതിനുള്ള ഒരു മുന്നൊരുക്കമാണല്ലോ, അതിനുള്ള ഒരു പരിശ്രമമാണല്ലോ കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ തൂഫാനിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഓപ്പറേഷൻ തൂഫാൻ എന്നതിന്റെ പേരിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 5-ാം തീയതി വരെ അതിനുള്ളതായ അതിനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രത്യേകമായ നിർദ്ദേശമുണ്ട്. ബഹുമാനികളെ, എന്തിന്റെ പേരിലാ നമുക്ക് അല്ലാഹു തആല, നമ്മൾ മറ്റുള്ളതിലേക്കൊന്നും നോക്കണ്ട, കേരള ഗവൺമെന്റിന്റെ തീരുമാനങ്ങളിലേക്കോ മറ്റുള്ളവരിലേക്കോ ഒന്നും നോക്കേണ്ടതില്ല. നമ്മൾക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്, നമുക്ക് നമ്മൾ നൽകിയേക്കുന്ന ബുദ്ധി, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ഭാവി എന്നുള്ളത്. അതിനെ നാം എല്ലാ നിലയിലും അതിനെ എത്രമാത്രം സംരക്ഷിക്കേണ്ടതുണ്ടോ, സൂക്ഷിക്കേണ്ടതുണ്ടോ, നമ്മളെ കൊണ്ട് കഴിയുന്ന നിലയ്ക്കെല്ലാം അതിനെ സൂക്ഷിക്കേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ്, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ എത്രമാത്രം പരിശ്രമിക്കേണ്ടതുണ്ടോ അതെല്ലാം നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ നല്ലത് കേൾക്കാൻ തയ്യാറാകണം, നല്ലത് പറയാൻ നമ്മൾ തയ്യാറാകണം, ബുദ്ധിയെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. ഇല്ലെങ്കിലോ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. സൂറത്തുൽ അൻഫാലിലെ 22-ാമത്തെ വചനം അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? സത്യമായ കാര്യം പറയാൻ തയ്യാറാകാത്തവർ, സത്യം കേൾക്കാൻ തയ്യാറാകാത്തവർ, ബുദ്ധിയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തവർ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ബഹുമാനികളെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയുന്നത്, നാം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങളുണ്ട്, വേണ്ടാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക. വേണ്ട കാര്യങ്ങളുണ്ട്, വേണ്ട കാര്യങ്ങളിൽ നിന്നും നമ്മൾ അശ്രദ്ധരാകാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ്? വേണ്ട കാര്യം എന്താ? അത് ഫുട്ബോൾ മാച്ച് ആണോ? ബഹുമാനികളെ, ഫുട്ബോളിന്റെ ഉന്മാദ ലഹരിയിൽ നാം ഒഴുകുമ്പോഴും നമ്മുടെ തലസ്ഥാന നഗരി ഡൽഹിയിൽ ഒരുപാട് യുവാക്കൾ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങൾ ഉറക്കം മാറ്റിവെച്ചുകൊണ്ട്, ഡൽഹിയിലെ കൊടും ചൂടും തണുപ്പും സഹിച്ചുകൊണ്ട്, വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് അവർ പോരാടുകയാണ്. എന്തിനു വേണ്ടിയാ പോരാടുന്നത്? ഈ ഭാരതത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആ രീതി ആകെ മാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ രീതി ആകെ മാറിയിരിക്കുന്നു. അത് ഒന്ന് പുതുക്കി പണിയേണ്ടതുണ്ട്, പുതുക്കി എഴുതേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് യുവാക്കൾ അവിടെ ഉറക്കം മാറ്റിവെച്ചേക്കുന്നത്. ഭക്ഷണ പാനീയങ്ങളില്ലാതെ വിശപ്പ് സഹിച്ചുകൊണ്ട് സമരമുഖത്ത് അവർ നിലകൊള്ളുന്നത്. ആലോചിച്ച് നോക്കൂ ബഹുമാനികളെ, നമുക്ക് വേണ്ടി കൂടിയാണ്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയാണ്, നമ്മുടെ ഭാരതത്തിന് വേണ്ടിയാണ്. കുത്തഴിഞ്ഞതായ വിദ്യാഭ്യാസ നയത്തെ നല്ല രീതിയിൽ ആക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. അതിനു വേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത്, അധ്വാനിക്കുന്നത്. പേന പിടിച്ച കൈകളിലേക്ക് ആണിതറച്ച ലാത്തി കൊണ്ടാണ് മോദി സർക്കാരിന്റെ പോലീസുകാർ ആ യുവാക്കളെ പ്രഹരിക്കുന്നത്. ആ ഒരു ചിന്തയും ആ ഒരു ബോധവും പ്രിയപ്പെട്ട യുവാക്കളെ നമ്മിൽ വേണം. നമുക്ക് എന്താണോ അവർക്ക് അനുകൂലമായിട്ട് ചെയ്യാൻ കഴിയുന്നത്, ആ സമരത്തിനോട് നമുക്ക് അനുകൂലമായിട്ട് ചെയ്യാൻ എന്താണോ നമുക്ക് കഴിയുന്നത്, അത് നാം ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണ്? 20ഓളം കുട്ടികൾ, 20-ലധികം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. എന്തിന്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തത്? വിദ്യയില്ലാത്ത കുട്ടികളല്ല, നല്ല പഠിക്കാൻ മിടുക്കരായ കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. എന്തിന്റെ പേരില? നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട്, അതിലെ ചോദ്യ പേപ്പറുകൾ എന്ത് ചെയ്തു? അത് ചോർന്നുപോയി. അതിന്റെ പേരിൽ മിടുക്കരായ 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യയിലും അതുപോലെ തന്നെ പരീക്ഷാ പേപ്പർ ചോർച്ചയിലുമെല്ലാം
നീതി കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? സമരമുഖത്ത് ഉള്ളത്. നമ്മെ കൊണ്ട് എന്താണോ കഴിയുന്നത്, നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായ യുവാക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി, വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നാം അത് ചെയ്യേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലാണ് അധികവും നമ്മുടെ ശ്രദ്ധയുള്ളത്. വേണ്ട കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അശ്രദ്ധയിലാവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രയുടെ അധ്യാപനങ്ങളിലൂടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ടു തരം ശൈത്താന്മാരെ കുറിച്ച്. പണ്ഡിതന്മാർ നമുക്ക് പറയുന്നുണ്ട്. ഒന്ന് അസ്സാക്കിത്തു അശ്ശൈത്താനു സാക്കിത. അശ്ശൈത്താനു സാക്കിത് എന്ന് പറഞ്ഞാൽ സംസാരിക്കാത്ത പിശാച്. സംസാരിക്കാത്ത പിശാച് ആരാണെന്നറിയോ? അത് ഹക്കിനെ തൊട്ട് മിണ്ടാത്ത ആളാണ്. സത്യം പറയേണ്ട സ്ഥലത്ത് മൗനം പാലിക്കുന്നത് സംസാരിക്കാത്ത പിശാചാണ്. അസത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവൻ സംസാരിക്കുന്ന പിശാചാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ബഹുമാനികളെ, നമ്മള് സംസാരിക്കാത്ത പിശാചുക്കളുടെ അവസ്ഥയിലേക്ക് ആകാൻ പാടില്ല. നമ്മൾ സംസാരിക്കുന്നവർ ആകണം. നമ്മൾ മുഅ്മിനീങ്ങളാണ്, യഥാർത്ഥ വിശ്വാസികളാണ്. നമുക്ക് മുമ്പിൽ ഏതൊരു അധാർമികത കണ്ടാലും നമുക്ക് എന്താണോ അതിൽ ഇടപെടാൻ കഴിയുന്നത്, അതിൽ നാം വേണ്ട രീതിയിൽ ഇടപെടേണ്ടതുണ്ട്. സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തിയതാണ് ബഹുമാനികളെ. നമ്മുടെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്ന, അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ തകർത്തു കളയുന്ന, നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ തകർത്തു കളയുന്ന, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കി കളയുന്ന ലഹരിയുടെ ഉപയോഗം എല്ലാ നിലയിലും നാം മാറ്റി നിർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഹരി മുക്തമായ ഒരു സമുദായമായിട്ട് നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. വരുന്ന ഞായറാഴ്ച 2026 ജൂലൈ 26-ാം തീയതി വരുന്ന ഞായറാഴ്ച രാവിലെ 9 മണിക്ക് മദ്രസ ഹാളിൽ വെച്ച് ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന തൂഫാൻ ക്യാമ്പയിൻ ഇൻഷാ അല്ലാഹ് കൂർക്കഞ്ചേരി മഹല്ലും പങ്കാളികളാവുകയാണ്. ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് കഴിയുന്നവരെല്ലാവരും, വേറെ പരിപാടികളൊന്നുമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് എല്ലാവരും മദ്രസ ഹാളിലേക്ക് വരണമെന്ന് ഉണർത്തുകയാണ്. അതിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും മുഴുവൻ മഹല്ല് നിവാസികളും എല്ലാവരും പങ്കെടുക്കേണ്ടതുണ്ട്. ഈ യോഗത്തിന് ശേഷം അധ്യാപക രക്ഷകർത്തൃ മീറ്റിംഗും സംഘടിപ്പിച്ചിട്ടുണ്ട്, PTA മീറ്റിംഗും ഉണ്ട്. പ്രധാനമായിട്ടും ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ആ സദ്യമത്തില് പങ്കാളികളാകണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഒരു സഹോദരന്റെ ആണ് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് കുടുംബാംഗങ്ങളുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. റഹ്മാനായ നാഥ, ഞങ്ങളെ നീ സ്വീകരിക്കണം റബ്ബേ. അല്ലാഹുവേ, നിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകി എല്ലാ ഖൈറിലും ഞങ്ങളെ നീ ആക്കി തീർക്കണം തമ്പുരാനെ. എല്ലാവിധ ശർറുകളിൽ നിന്നും ഞങ്ങളെ നീ സലാമത്താക്കണം, രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വീടുകളിലുണ്ട്, ഹോസ്പിറ്റലുകളിലുണ്ട്, എല്ലാവർക്കും പൂർണ്ണമായ ശിഫാ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വീടുകളില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാനെ. കടങ്ങളുള്ളവർക്ക് വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരു സഹോദരന്റെ ആണ് അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. ഖബർ ജീവിതം നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്തുള്ള വിദ്യാഭ്യാസത്തിന്റെ ആ മോശമായ അവസ്ഥയെ നീ മാറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, ഏതൊന്നിനു വേണ്ടിയാണോ അവിടെ യുവാക്കൾ സമരം നടത്തുന്നത്, അത് നീ വിജയത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. റബ്ബനാ റഹ്മഹും കമാ റബ്ബൗനാ സിഗാറ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. മയ്യിത്ത് നിസ്കാരം പറഞ്ഞിട്ടുള്ളത് ഉമ്മർ പാങ്ങത്ത് വെളിയങ്കോട്, കുഞ്ഞിമോൻ കുന്നത്ത് വെളിയങ്കോട്, ബുഷ്റ വലിയകത്ത് വെളിയങ്കോട്, ഉമ്മർ പുളിക്കൽ വെളിയങ്കോട്, ബീവി മക്കരക്കൈ വെളിയങ്കോട്, സലീന കാറ്റങ്കകത്ത് വെളിയങ്കോട്, നദീറ നാലകത്ത് എടക്കഴിയൂർ, അസീസ് കാളിയങ്കാട് പൊന്നാന, പാണ്ടിക്കാട് പരുത്തിക്കുത്ത് പാത്തുമ്മ, അതുപോലെ തന്നെ ബഹുമാന്യനായ നമ്മുടെ സമസ്ത കേരളയുടെ ആദരണീയനായ സെക്രട്ടറി ആലിക്കുട്ട് ഉസ്താദ് അവർകൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇന്ന് മഹാനവങ്ങളെ ഖബറടക്കം നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയുള്ള മയ്യിത്ത് നിസ്കാരം ഉണ്ടായിരിക്കും. അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഉസ്താദ് അവരുടെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. വാഖിറു ദഅ്വതന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.